ഡൽഹി വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യം ഭരിക്കുന്നവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുകയും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ കൈയൊഴിയുകയും ചെയ്യുന്ന ഡൽഹി നിവാസികളുടെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? അല്ല, ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആര് ജയിക്കും എന്നൊരു പ്രഡിക്ഷനൊന്നും നടത്താൻ ഞാൻ ആളല്ല. എന്നുവെച്ചാൽ ഒരു ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതിൻ്റെ റിസൾട്ട് വരട്ടെ. പക്ഷേ നമ്മൾ ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പം നമ്മൾ ഈ ധാരാളമായ ചാനലുകളും വാർത്തകളും പത്രങ്ങളും ഒക്കെ വായിക്കുമ്പം പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പുനർചിന്തനത്തിന് തയ്യാറാവണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൽഹിയെ മുഴുവൻ ഇപ്പോൾ ക്ലീനാക്കി കളയാം, ഒരു ചൂലുമായിട്ട് ഇറങ്ങി തൂത്തുവാരി കളയാം എന്നുള്ള ഒരു അതായിരുന്നു ആപ്പ് എന്ന് പറയുന്ന AAP എന്ന് പറയുന്ന രാഷ്ട്രീയ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഏറ്റവും വലിയ വാഗ്ദാനം. ഡൽഹിയെ മുഴുവൻ തൂത്തുവാരി ക്ലീനാക്കി അഴിമതി മുക്തമാക്കി എല്ലാവർക്കും സംശുദ്ധമായ ഒരു ഭരണം, എല്ലാവർക്കും എല്ലാം നൽകുന്ന നല്ല ഒരു ഭരണം കാഴ്ചവെക്കാം എന്ന് പറഞ്ഞിട്ടാണ് അരവിന്ദ് കേജ്രിവാളിൻ്റെ നേതൃത്വത്തിലൊരു രാഷ്ട്രീയ പാർട്ടി വന്നതും അവിടെ അധികാരം പിടിച്ചതും. അണ്ണാ ഹസേര എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഗാന്ധി മാർഗത്തിൽ ജീവിക്കുന്ന അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ സമര മുന്നണിയിൽ നിന്ന് ആണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഈ അരവിന്ദ് കേജ്രിവാൾ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വായിച്ചിട്ടുള്ളത്, അന്ന് ഒരുപക്ഷെ അണ്ണാ ഹസാരെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശത്തിന് പോയ അരവിന്ദ് കേജ്രിവാളിനെ വിലക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയൊക്കെ ആയിരിക്കും അതിൻ്റെ കാരണം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ എന്തായാലും ഒന്ന് നക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവണം. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കുകയും ചെയ്തു. ഞാനതൊരു രാഷ്ട്രീയ പ്രസ്താവന ആയിട്ട് പറയുകയല്ല. വാസ്തവം നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൻ്റെ ഒരു വാസ്തവം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അരവിന്ദ് കേജ്രിവാളിനെ എന്തോ ഒരു വലിയ ബിംബമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഒരവസ്ഥ കേരളത്തിൽ മാധ്യമങ്ങൾക്കിടയിലുണ്ട്. ചിലരൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇത് അരവിന്ദ് കേജ്രിവാൾ എന്താണെന്ന്. ഒരു ഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇദ്ദേഹത്തെ മഫ്ലർ മാൻ എന്നായിരുന്നു വിളിക്കുന്നത് അരവിന്ദ് കേജ്രിവാളിനെ. എന്ന് വെച്ചാൽ അദ്ദേഹം കഴുത്തിലൊരു മഫ്ലർ കെട്ടി കൊടും തണുപ്പത്തും ചുമച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ പക്ഷം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജിൽ നിന്ന് അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ ഡൽഹി ഭരിക്കുന്ന വേറൊരു അരവിന്ദ് കേജ്രിവാളിൻ്റെ പാർട്ടിയിലുള്ള വേറൊരു സ്ത്രീയാണെങ്കിൽ പോലും അവരൊരു ഡെമ്മിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേജ്രിവാളിൻ്റെ പാർട്ടിയും ഡൽഹി സർക്കാരും എവിടെ എത്തി നിൽക്കുന്നു? ഒരഴിമതി കേസിൽപ്പെട്ട് സുപ്രീം കോടതി വരെ അഴിമതി നടന്നു എന്ന് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ട ഒരു കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന അരവിന്ദ് കേജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാർ, അദ്ദേഹം ഈ ഡൽഹിയെ മദ്യത്തിൽ കുളിപ്പിക്കാൻ, കാരണം അരവിന്ദ് കേജ്രിവാളിൻ്റെ ആ മദ്യനയം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു സമയം ഞാൻ ഡൽഹിയിൽ പോയ ഒരാളാണ്. എവിടെ ചെന്നാലും മദ്യം കിട്ടും. ചെറിയ റെസ്റ്റോറൻറ്റിൽ വരെ മദ്യം സെർവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു അണ്ണാ ഹസാരയുടെ നയങ്ങൾക്ക് കടകവിരുദ്ധമാണ് അതെന്ന്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, തികഞ്ഞ ഗാന്ധിയൻ മാർഗത്തിൽ മാത്രം ജീവിക്കുന്ന, സംസാരിക്കുന്ന, ഗാന്ധിയൻ മാർഗം ശീലിക്കുന്ന അത്ര പെർഫെക്റ്റായ ഒരു മനുഷ്യൻ്റെ മുന്നണിയിൽ നിന്നാണ് അരവിന്ദ് കേജ്രിവാൾ വന്നത്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് മുഴുവൻ നേരെ വിരുദ്ധമായ കാര്യങ്ങൾ. ഡൽഹിയെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ അച്ചാരം വാങ്ങിയിട്ട് കൈക്കൂലി മേടിച്ചിട്ട് ആ പൈസ കൊണ്ടുവന്ന് ഗോവയിലെ ഇലക്ഷന് വിനിയോഗിച്ചു എന്ന് കണ്ടെത്തിയ ഒരു കേസിൽ. പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന്, അല്ലേ, അത് ഓഫീസിൽ നിന്ന് അവരുടെ ഓഫീസ് സ്റ്റാഫ് തന്നെ 5 ലക്ഷം രൂപ അവരുടെ ഓഫീസിൽ നിന്ന് അറസ്റ്റിലായി.
അപ്പം ഡൽഹി മുഴുവൻ മുഖ്യമന്ത്രിക്കെതിരെയും കേസെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയത്. അതെ അതെ, ഡൽഹി മുഴുവൻ ഒരു അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റി. ഈ എല്ലാ അഴിമതിയും തൂത്തുവാരി ഞങ്ങൾ കളയും എന്ന് പറഞ്ഞൊരു ചൂലുമായിട്ട് രംഗത്തെത്തിയ ഇവർ ഈ ആപ്പ് ഇപ്പം ചെയ്തത് ഡൽഹിയെ മുഴുവൻ ഒരു അഴിമതി കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ ഒരു ഇപ്പം ഡൽഹിയിലെ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ ഒരു കൾച്ചർ നമുക്കറിയാം. ഡൽഹിയിൽ വോട്ട് ചെയ്യുന്നവർ കൂടുതലും മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. അപ്പം അവർക്ക് ഇദ്ദേഹം അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ആളാണ് അരവിന്ദ് കെജ്രിവാൾ. എല്ലാം സൗജന്യമായി കൊടുത്താൽ, വെള്ളം സൗജന്യം, ഇപ്പം വൈദ്യുതി സൗജന്യം. അതെ, എനിക്കറിയാം. എൻ്റെ മകള് ഡൽഹിയിലാണ് പഠിക്കുന്നത്. അവൾ കറണ്ട് ചാർജ് അടയ്ക്കാറില്ല. ഞാൻ കറണ്ട് ചാർജ് ചോദിക്കുമ്പോൾ പറയുന്നത് സൗജന്യമാണ് കറണ്ട് ചാർജ് വേണ്ട, ഇത്ര യൂണിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. അതായത് ഒരു മിനിമം യൂണിറ്റ് സൗജന്യമാണ്. അപ്പം ഇപ്പം രാത്രി മാത്രം വീട്ടിൽ കിടക്കാൻ വരുന്നവർക്ക് ഒരു തണുപ്പ് കാലത്ത് കറണ്ട് ചാർജേ വരത്തില്ല. ഫാൻ ഇടുന്നില്ല, AC ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല, കറണ്ട് ചാർജേ ഉണ്ടാവില്ല. പിന്നെ ചൂടുകാലത്ത് മാത്രമായിരിക്കും കുറച്ച് കറണ്ട് ചാർജ് അടക്കേണ്ടി വരിക. പിന്നെ ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് പൈസ കൊടുക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. അപ്പം ഇത്തരം സൗജന്യങ്ങൾ കൊടുത്ത്, സൗജന്യങ്ങൾ ഒരു ജനതയെ തകർക്കുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ. സൗജന്യങ്ങൾ കൊടുത്താൽ സൗജന്യങ്ങൾ ഒരിക്കലും ഒരു ജനതയെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റില്ല. എല്ലാം സൗജന്യമായി കിട്ടുമെങ്കിൽ ഒരുത്തൻ വീട്ടിലിരുന്ന് തിന്നുകയല്ല ഉള്ളൂ. അപ്പം ആ ജനതയെ സൗജന്യങ്ങൾ കൊടുത്ത് ഇല്ലാതാക്കുകയാണ്, മടിയന്മാരാക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ സൗജന്യങ്ങൾ മേടിച്ചുകൊണ്ട് നാളെയും അരവിന്ദ് കെജ്രിവാൾ വന്നാലല്ല ഞങ്ങൾക്ക് ഇത് കിട്ടൂ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഡൽഹിയിലുള്ള കൂടുതലും. ഇതിനൊരു വിരോധാഭാസമുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അവിടുത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിലെ 7 BJP ആണ് ജയിക്കുന്നത്. അപ്പം അതെന്താണെന്ന് നമുക്ക് തോന്നിയാൽ എന്തായാലും കേജ്രിവാളിന് കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡൽഹിയിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ രാജ്യത്തിൻ്റെ സംരക്ഷണയ്ക്ക് മോദിയാണ് നല്ലത് എന്നൊരു BJP നല്ലത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് 7 BJPക്ക് പിടിക്കാൻ പറ്റുന്നത്. അപ്പം ഈ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാനും കരുതുന്നില്ല. പക്ഷേ കേരളത്തിൽ നടക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഈ വലിയ ആളാക്കി മാറ്റി, വലിയ സത്യസന്ധനാക്കി മാറ്റുന്ന ഈ നടപടി, മാധ്യമങ്ങളുടെ ഈ നടപടി നല്ല നിലയ്ക്കുള്ള മാധ്യമപ്രവർത്തനമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ കേജ്രിവാൾ അവിടെ വീണ്ടും അധികാരത്തിൽ വന്നാൽ, ഒരുപക്ഷെ കേജ്രിവാൾ തന്നെ മുഖ്യമന്ത്രി ആയാൽ ഡൽഹിയിലെ പോക്ക് എങ്ങോട്ടാകും എന്നുള്ള ഒരു ആശങ്കയും എനിക്കുണ്ട്. തീർച്ചയായിട്ടും. കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ല. അങ്ങനെ വന്നാൽ BJP ആണ് അവിടെ പ്രതിപക്ഷം. BJPക്ക് വളരെ ചെറിയ സീറ്റേ ഉള്ളൂ. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ BJP കുറച്ചും കൂടി നല്ല പ്രകടനം അവിടെ കാഴ്ചവെക്കുകയും അരവിന്ദ് കെജ്രിവാളിൻ്റെ BJPക്ക് ഡൽഹിയിൽ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ല ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഡൽഹിയിൽ BJPക്ക് ഒരുപാട് ദൗർബല്യങ്ങളും പോരായ്മകളും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങ് പറഞ്ഞതുപോലെ കേജ്രിവാൾ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്നത് പോലെ ഡൽഹിയുടെ ഒരു വികസനം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു മനസ്സ് എങ്ങോട്ട് പോകുമെന്നുള്ളത് എനിക്ക് അതിനകത്തൊരു ആശങ്കയുണ്ട്. എന്നുവെച്ചാൽ ഈ ഫ്രീ ബീസ് എപ്പോഴും കൊടുത്തിട്ട് ഒരു ജനതയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? തീർച്ചയായിട്ടും വലിയ കടത്തിലാണ് സർക്കാർ. അതിൽ നിന്നും മുക്തമാകാൻ ജനങ്ങൾ ഇരട്ടി പണിയെടുക്കേണ്ട അവസ്ഥയാണോ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഫെബ്രുവരി 8-ാം തീയതി അടുത്ത ദിവസം തന്നെ ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും. ജനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും തിരിച്ചറിഞ്ഞ് തങ്ങളുടെ സമ്മതിദാന അവകാശം വേണ്ട വിധത്തിൽ വിനിയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് കഴിയൂ. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.